ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ഒരു വ്യത്യസ്തമായൊരു അപ്ഡേറ്റ് ആണ്. കുറേ നാളെ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചിലതൊക്കെ പറയാം. ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നത്. അഞ്ചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമ, സൂര്യ അഭിനയിച്ച 2014 റിലീസായ സിനിമ. അതായത് അതിൻ്റെ BGM ആണ് ശരി, എന്താ പറയുക, മൊത്തത്തിൽ സൂര്യയുടെ ആക്ഷൻസും മൊത്തം പ്രേക്ഷകർ ഏറ്റെടുത്താണ്. പക്ഷെ ആ സ്ക്രിപ്റ്റ് വൈസാണ് പടം ഫ്ലോപ്പായത്. ഞാനന്ന് ഈ പടം കാണാൻ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഫുള്ളും ഗമഗമയായിരുന്നു മൊത്തത്തിൽ. ഞാനും ഗമഗമയാവേണ്ട പടം എൻജോയ്മെൻറ്റ് ചെയ്തു. വന്നിട്ട് ഭയങ്കര ട്രോളായിരുന്നു. പക്ഷെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ല. ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ആ പടം, ഈ സിനിമ ആട് വന്നു, ഫസ്റ്റ് ആട് 2 വന്നു, അതുപോലെ ഇപ്പോൾ ആട് 3 വന്നു, അതേപോലെ അഞ്ചാൻ സെക്കൻഡ് വന്നാണ്. അതായത് കുറച്ച് പോരായ്മകളുള്ളതാണ് സിനിമ, എന്താ പറയുക, മസ്റ്റ് വാച്ച്, തിയേറ്റർ മസ്റ്റ് വാച്ച് അല്ലാതെ പോയത്. സൂര്യയുടെ അതായത് ഒരു ഓറമുണ്ട്, ആ സാധനം നമുക്കത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സൂര്യ, അതായത് ഫസ്റ്റ് തന്നെ സൂര്യയുടെ ബ്രദറാണെന്ന് പറഞ്ഞ് വരുന്നതും, പിന്നെ അങ്ങനെ ചെയ്ത് പുള്ളിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അത് വേറെ ലെവൽ സാധനം. പക്ഷേ ആ സിനിമ ചില മണ്ടന്മാർ അന്ന്, ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഞാൻ മണ്ടൻ എന്നല്ല പറഞ്ഞത്, ചില ബുദ്ധിജീവികൾ ആ സിനിമ ട്രോള് ഇറക്കി. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഞാനൊരു ബിഗ് ഫാനാണ് സൂര്യയുടെ. നമ്മൾ ആ ടൈമിന് അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇതുവരെ സൂര്യയുടെ സിനിമ, എന്താ പറയുക, സുറൈ പോട്ടറാണ് ലാസ്റ്റ് പോയി കണ്ടത്. പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം നമ്മളെ ഒരു ഫാൻസിൻ്റെ ഒരു ഇത് ഓളം ഇപ്പോൾ നമ്മൾ മനസ്സിലുണ്ടെങ്കിലും നമ്മളങ്ങനെ, ഞാൻ പറഞ്ഞു, മൊത്തത്തിൽ വിജയിനെ ഇഷ്ടമാണ്, സൂര്യനെ ഇഷ്ടമാണ്, അജിത്തിനെ ഇഷ്ടമാണ്, അങ്ങനെ രജനീകാന്തിനെ ഇഷ്ടമാണ്, കമൽഹാസനെ ഇഷ്ടമാണ്, അങ്ങനെ ഒരു ലെവലായി. പണ്ടെന്ന് പറഞ്ഞാൽ സൂര്യ വിജയ് എന്നൊക്കെ പറഞ്ഞ് ഇടിയായിരുന്നു. അപ്പോൾ ഈ അഞ്ചാനെ കുറിച്ച് പറയുമ്പോൾ, അഞ്ചാൻ റിലീസ് വന്നപ്പോൾ തന്നെ, എന്താ പറയുക, അത് മൊത്തത്തിൽ ഗമഗമയിൽ പോയി. നവംബർ 28 കഴിഞ്ഞ മാസം റിലീസ് ചെയ്തത്. അതിൻ്റെ മൊത്തത്തിൽ പതിപ്പൊക്കെ ഇതാക്കി. പക്ഷെ ഞാനിവിടെ ഒന്നും, അതായത് ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ എറണാകുളം, കൊച്ചി റിലീസ് കണ്ട ഞാൻ ഇവിടെ എങ്ങും കണ്ടില്ല, എൻ്റെ പോസ്റ്ററും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിൻ്റെ തമിഴിൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു, അതൊരു 4K റിലീസ് ചെയ്തായിരുന്നു. ഇതെന്തുകൊണ്ട് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാൻസ് ബേസ് ഏറ്റെടുത്ത്. പക്ഷേ പടം കാണാനുള്ള, ഇപ്പം എൻ്റെ സുഹൃത്ത് ചിലവർക്ക് ഈ പടം, എന്താ പറയുക, സൂര്യ ഫാൻസ് അല്ലെങ്കിലും ഇഷ്ടമാണ് ഈ പടം. ഈ സൂര്യയുടെ ഏറ്റവും പൊട്ടപ്പടമായ മാസ് വരെ എല്ലാവർക്കും ഇഷ്ടമാണ്. മാസ് ഒരു തമിഴ് പടം. അപ്പം അഞ്ചാൻ വീണ്ടും ഇറങ്ങുമ്പോൾ അഞ്ചാൻ്റെ ഒരു ദയനീയമായ അവസ്ഥ പറയാൻ വേണ്ടി വീഡിയോ ഇട്ടത്. കാരണം ലിംഗുസ്വാമി വേണമെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഇറക്കാൻ പാടില്ലേ? കാരണം സെക്കൻഡ് ഇറക്കാനുള്ള ഒരു വെല്ലുവിളി നിങ്ങൾക്കുണ്ടല്ലോ, ഒരു ചലഞ്ചിങ് ചെയ്യാലോ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ആട് ഫസ്റ്റത്തെ പടം എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഫാൻ സ്പേസ് ഏറ്റെടുത്തുകൊണ്ടാണ് രണ്ടാമത് സെക്കൻഡ് പിടിച്ച് അവർ ഹിറ്റ് അടിച്ചത്, 100 days കവർ ചെയ്തത്. അപ്പം അതേപോലെ സെക്കൻഡ് പോയായിരുന്നു. അതായത് അഞ്ചാൻ 2 അല്ലെങ്കിൽ രാജുഭായ് അതിൻ്റെ ഒരു സെക്കൻഡ് ഒരു പാർട്ട് ഇറക്കിയാൽ മതിയായിരുന്നു. ഇത് മൊത്തത്തിൽ ഗമഗമയാക്കി കളഞ്ഞു. പിന്നെ ചില ആളുകൾ മനഃപൂർവ്വം ഗമഗമ കളിക്കുന്നതാണ്. അതായത് വേറൊന്നുമല്ല, ഈ വിജയ് എന്നൊരു ഇത്, അതായത് വിജയ് പടങ്ങൾ, വിജയുടെ ആവറേജ് ആണെങ്കിലും ചിലർ പറയും അത് വിജയ് ബോക്സ് ഓഫീസ് ഹിറ്റ് അടിക്കാറുണ്ട്. കാരണം കഴിഞ്ഞ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തോട്ട് വരും. അതായത് വിജയുടെ ഈ ഇറങ്ങിയ സിനിമ എന്താണ്, എനിക്ക് തോന്നുന്നു ഈ ലിയോ ഇറങ്ങിയായിരുന്നു. ലിയോന് ശേഷം പിന്നെ ചെയ്യാൻ പോകുന്ന ഷൂട്ടിങ്ങാണ് ഈ പറഞ്ഞ പോലെ ജനനായകൻ. അപ്പോൾ ജനനായകൻ എത്രത്തോളം ഹിറ്റാവും നമുക്ക് കണ്ടറിയാം. എച്ച് വിനോദ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നേർക്കൊണ്ട പാർവൈ എച്ച് വിനോദ് എടുത്തത്, അത് ഭയങ്കര പടമാണ്. അപ്പോൾ ഈ അങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ വിജയുടെ അത്രയും കട്ടക്ക് എന്ന സൂര്യയുടെ ഒരു അവസ്ഥ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ അതും കൂടി പറയാൻ വേണ്ടി വീഡിയോ ഇട്ടത്. പിന്നെ ഈ പെട്ടെന്നുള്ളൊരു റിലീസായിരുന്നു ഈ അഞ്ചാൻ. കാരണം കുറേ പടങ്ങൾ വരുന്നുണ്ട്. കാരണം മലയാളത്തിൽ മമ്മൂക്കയുടെ റിലീസ് ചെയ്ത പടങ്ങൾ ഈ പറഞ്ഞ മോഹൻലാലിൻ്റെ 7 വന്നിട്ടില്ല, എത്തില്ല. രാവണപ്രഭു ആയിക്കോട്ടെ, അതും തൂക്കേടി തന്നെയാണ്. റിലീസിൽ ഭയങ്കര ഹിറ്റാണ്. ഈ സമറിൻ എന്തൊക്കെ എനിക്കറിയില്ല,
അത് 4K റിലീസ് ചെയ്തിട്ടുണ്ട്, ഇറങ്ങുമെന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെയാണ് അഞ്ചാൻ്റെ മൊത്തത്തിൽ വിശേഷങ്ങൾ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഗമ കളിക്കരുത്. അതായത് കഴിഞ്ഞ മാസം അഞ്ചാൻ റിലീസ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് അത് വീണ്ടും എന്താ പറയുക തിയേറ്ററിൽ നിന്ന് ഒരു എന്താ പറയുക സൂര്യയുടെ ഒരു പവർ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിൻ്റെ കുറ്റം തന്നെയാണ്. ഇതിൻ്റെ സെക്കൻഡ് ഇറക്കിയാൽ മതിയായിരുന്നു. സെക്കൻഡ് ഇതിൻ്റെ ഫസ്റ്റ് പോരായ്മ കണ്ടിട്ട് സെക്കൻഡ് ഇറക്കിയാൽ മതി. കാരണം ഇതിൻ്റെ പ്രേക്ഷകരെ പിടിച്ചെടുത്താനുള്ളൊരു എന്താ പറയുക അതിൻ്റെ മേക്കിംഗ് BGM ആകെ പോരായ്മയായിട്ട് തോന്നുന്നു. അതിൻ്റെ ഒരു ഫൈറ്റ് സീനും പിന്നെ അതിൻ്റെ സ്റ്റോറി ഒരു വേറൊരു ഇതായിട്ട് പോയി. പക്ഷെ എന്നാലും ആ രാജുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യയുടെ ആ ക്യാരക്ടർ, അതായത് എന്താ പറയുക ആ സ്റ്റിക്ക് വെച്ച് വന്ന ഒരു സംഭവം സ്റ്റൈലും, പിന്നെ കൂടെ ഓപ്പോസിറ്റ് വിദ്യുത്ത് ഉണ്ടെങ്കിൽ പടം ഹിറ്റാവും. വിദ്യുത്ത് അവിടെ നിന്നൊക്കെ ഇടിക്കേണ്ട. വിദ്യുത്ത് ഈ പടത്തിൽ അടിപൊളിയാണ്. അഞ്ചാനിൽ മൊത്തം കൈയടി വിദ്യുത്തിന് കിട്ടി. പക്ഷേ സൂര്യ ഉള്ളതുകൊണ്ടാണ് ആ ഒരു രണ്ടൊരു ക്യാരക്ടർ പോകണം. അല്ലാണ്ട് വിദ്യുത്ത് ഉള്ളതുകൊണ്ടാണ് പടം ഹിറ്റ് അങ്ങനെയൊന്നുമില്ല. സൂര്യ ഉള്ളതുകൊണ്ടാണ് വിദ്യുത്ത് കയറി പോകണം. അല്ലാണ്ട് മദ്രാസിൽ വിദ്യുത്ത് തൂക്കി ഇടിച്ചെന്ന് പിന്നെ പറഞ്ഞത്. ശിവകാർത്തികനും ആ മദ്രാസ് സിനിമയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ മദ്രാശി എന്ന് പറയുന്ന പടം ഹിറ്റായത്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വിദ്യുത്ത് പവറാണ്, വിദ്യുത്ത് പറഞ്ഞിടിക്കും എല്ലാം ഉണ്ട്. വിദ്യുത്തെല്ലാം അടിപൊളിയാണ്. ഓക്കെ അല്ലേ? അപ്പം ഗമ കളിക്കരുത് ഗായ്സ്.